ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബോട്ടിൽ കലണ്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ് ബേസുള്ള ഒരു നീളൻ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഇതിൽ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ പെയിൻ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ബേസ് പോർഷനിൽ റെഡ് മാത്രമായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ മുകളിലേക്ക് വരുന്തോറും ഇത് ലൈറ്റ് ആക്കി കൊണ്ടുവരണം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്തിൽ വൈറ്റ് ആയിട്ട് തന്നെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഇത് ഈ വർഷത്തെ കലണ്ടറാണ്. ഇതിപ്പോൾ നമ്മുടെ കുപ്പിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന പാകത്തിന് പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാസങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുപ്പിയുടെ ഓരോ വശങ്ങളിലും 3 മാസങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതെല്ലാം ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. എല്ലാം ഒരേ ലെവലിൽ തന്നെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അതിന് മുകളിലായിട്ട് 2021 കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിതൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ചെയ്യുന്ന വർക്കാണ്. എൻ്റെ ജ്യേഷ്ഠതയുടെ ബ്യൂട്ടിക്കിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേരും കൂടെ ഞാൻ ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കും. അങ്ങനെ 4 സൈഡിലും എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനെല്ലാം ഒരു ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. റെഡ് CD മാർക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. അങ്ങനെ ഇതിലെല്ലാം കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ആണല്ലോ. അതൊരല്പം കളറാക്കുന്നതിന് വേണ്ടിയിട്ട് ലേശം റെഡ് കളർ എടുത്തിട്ട് അതിനകത്ത് ഒരല്പം വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പം മൊത്തത്തിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെയിൻ്റെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ഈ CD മാർക്കർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിനകത്ത് മൊത്തത്തിൽ ചെറിയൊരു ഡിസൈനും കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഡിസൈൻ ഈ ബോട്ടിൻ്റെ മുഴുവൻ ഭാഗത്തും അങ്ങ് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഇനി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ക്ലേ വെച്ചൊരു ബാൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ബാളല്ല. ഇതിൻ്റെ സർഫസിലെല്ലാം ഒരു കുഴികൾ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതും ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഇതിന് മുകളിലേക്ക് ഞാൻ അങ്ങ് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബോട്ടിൽ നെക്കിൻ്റെ കുറച്ച് ഭാഗത്തും കൂടെ റെഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ ഈ റെഡ് കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ടുകൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് ഈ മുകൾ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ഷൈനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ വിരലുകളിൽ മാത്രം തേച്ചിട്ടങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ വാർണിഷ് അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് കളറൊന്നും ഫെയ്ഡ് ആകാതെ നിലനിൽക്കുകയുള്ളൂ. അത് മാത്രമല്ല ഈ ബോട്ടിൽ നല്ലൊരു ഷൈനിങ് ലഭിക്കും. അങ്ങനെ നമ്മുടെ ബോട്ടിൽ കലണ്ടർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ബോട്ടിൽ കലണ്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള 2 ഇൻഫിനിറ്റ് കലണ്ടറുകളും ചെയ്തിട്ടുണ്ട്. അവയുടെ എല്ലാം വീഡിയോ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിരുന്ന ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. കൂടാതെ ഈ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.